മാന്യ സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരികളെ, മറ്റ് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണാപ്പുറം വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം ബലിപെരുന്നാളിനെ കുറിച്ചാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ കുഞ്ഞില്ലാതെ വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം പടച്ചുതമ്പുരാൻ കനിഞ്ഞരുളിയ കുഞ്ഞിനെ ഇസ്മായിലിനെ ബലിയറുക്കാൻ വേണ്ടി ദൈവം സ്വപ്നത്തിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. ഇബ്രാഹിം നബി പറയുന്നു, ഇന്നി അറാഫുൽ അനാമി അന്നി അത് ബഹുക്ക. തൻ്റെ പ്രിയപ്പെട്ട മകനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ, ഉപ്പ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ നിന്നെ ബലിയറുക്കാൻ കൽപ്പിക്കുന്നു. നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞു, വാപ്പ, എനിക്ക് ദൈവകൽപ്പനയാണ് എങ്കിൽ എനിക്ക് സന്തോഷമാണ്, ഞാൻ അതിന് തയ്യാറാണ്, എനിക്ക് ഒരു എതിർപ്പുമില്ല എന്ന് ധൈര്യപൂർവ്വം വിശ്വാസപൂർവ്വം ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാം മകനായ ഇസ്മായിൽ പറയുകയാണ് പിതാവിനോട്. പിതാവ് അറുക്കാൻ കൊണ്ടുപോയ സമയത്ത് അറുക്കാൻ കഴിയുന്നില്ല. വളരെയധികം ചരിച്ചു കിടത്തി എല്ലാ നിലക്കും അറുക്കാൻ ശ്രമിച്ചിട്ടും അറുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് പടച്ച തമ്പുരാൻ്റെ അശരീരി വന്നു, ഇബ്രാഹീമെ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. താങ്കൾ ഇനി ഇതിന് പകരം ഒരു ആടിനെ മൃഗബലി അറുത്ത് അതിന് പകരം വീട്ടുക എന്ന് പറഞ്ഞ് അങ്ങനെ മൃഗബലിയുടെ തുടക്കം അവിടെ നിന്നാണ്. ഇന്ന് അങ്ങനെ അന്നത്തെ ആ മാതൃക ഇന്നും മുസ്ലിം ലോകം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് മൃഗബലിയുടെ തുടക്കം അതാണെന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ട് ബലിപെരുന്നാളിന് മൃഗം അറുക്കാൻ കഴിയുന്നവർ അറുക്കുക, അല്ലാത്തവർ അതിനുവേണ്ടി ശ്രമം നടത്തുക. അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.